നമസ്കാരം. അന്തിച്ചർച്ച ആരംഭിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പ്രധാനപ്പെട്ട കേരള ദൗത്യം പൂർത്തിയായ ദിവസമാണിന്ന്. അദ്ദേഹത്തിൻ്റെ തൃശ്ശൂരിലെ സന്ദർശനത്തോടെ വലിയൊരു രാഷ്ട്രീയ നീക്കത്തിനാണ് BJP കളമൊരുക്കുന്നത്. അത് തൃശ്ശൂർ എന്ന ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് സംസ്ഥാനത്ത് തന്നെ പുതിയൊരു രാഷ്ട്രീയ നീക്കം. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ ഉറപ്പുകൾ അത് കേരള ജനതയ്ക്ക് അദ്ദേഹം നൽകുന്നുവെന്ന വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അത് BJPക്ക് എങ്ങനെ ഗുണം ചെയ്യും? ലക്ഷ്യമിടുന്ന തരത്തിലേക്ക് ആ നീക്കത്തിൻ്റെ നയതന്ത്രം വിജയിക്കുമോ? ഒപ്പം ക്രൈസ്തവ വിഭാഗങ്ങളടക്കമുള്ള മറ്റ് വിഭാഗങ്ങളെ ഒപ്പം നിർത്താനുള്ള BJPയുടെ നീക്കവും ഇതോടെ ഫലം കാണുമോ? അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് അവശേഷിക്കുന്നത്. നമുക്കിതിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കാം. അന്തിച്ചർച്ചയിലേക്ക് സ്വാഗതം. അന്തിച്ചർച്ച വിശദമായി കടക്കുമ്പോൾ കഴിഞ്ഞ 3 ദിവസങ്ങളായി ന്യൂസ് 18 ടീം തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനവും അതിൻ്റെ ഒരുക്കങ്ങളും കൃത്യമായി ഫോളോ ചെയ്യുകയായിരുന്നു. ടോം കുര്യാക്കോസ് ഉണ്ട്, CV അനുമോദുണ്ട്, ഒപ്പം തന്നെ വിനേഷ് കുമാറും തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. ആദ്യം 3 പേർക്കും സ്വാഗതം. എന്തായാലും നമ്മുടെ ആ ദൗത്യം, പ്രധാനമന്ത്രിയുടെ സന്ദർശന പരിപാടി പൂർത്തിയായിരിക്കുന്നു. ടോം, നമ്മൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനവും അതിൻ്റെ രാഷ്ട്രീയവും കഴിഞ്ഞ ദിവസങ്ങളിലും ചർച്ച ചെയ്തതാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ അടക്കമുള്ള പരിപാടികളും അതിനുശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ചില ഉറപ്പുകളുമൊക്കെ കേരളം കേട്ട് കഴിഞ്ഞു. BJP ലക്ഷ്യമിടുന്ന തരത്തിലേക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കൊണ്ടുചെന്നെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ടോം, എങ്ങനെയാണ് ഇതുവരെയുള്ള കാഴ്ചകളെ വിലയിരുത്തുന്നത്? സജിത്ത്, നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായി ന്യൂസ് 18 ടീം ഈ തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. BJP വലിയ പ്രതീക്ഷയോട് കൂടിയാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തെ കണ്ടത്. അതിൽ ഏറ്റവും പ്രധാനമായി നമുക്കറിയാം, സ്ത്രീകളുടെ ഈ വനിതകളുടെ ഒരു മഹാസംഗമം തന്നെ ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ പരമാവധി സ്ത്രീ വോട്ടർമാരിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അതായത് പ്രധാനമന്ത്രിയുടെ ആ ഒരു രാജ്യത്തെമ്പാടുമുള്ള സ്ത്രീകൾക്കിടയിലുള്ള ഒരു സ്വാധീനം അത് കേരളത്തിലേക്കും എത്തിക്കുക എന്നതായിരുന്നു BJP ലക്ഷ്യമിട്ടത്. അതൊരു പരിധിവരെയും വിജയിച്ചു എന്ന് വളരെ വ്യക്തമായി പറയേണ്ടി വരും. കാരണം വലിയ രീതിയിലുള്ള ഒരു സ്ത്രീകളുടെ പങ്കാളിത്തം BJP പറഞ്ഞത് BJP പ്രവർത്തകർ, വനിതാ BJP പ്രവർത്തകർ മാത്രമല്ല, മഹിളാ മോർച്ച പ്രവർത്തകർ മാത്രമല്ല, സംസ്ഥാനത്തിന്റെ വിവിധ തുറകളിലുള്ള വിവിധ മേഖലകളിലുള്ള ശ്രദ്ധേയമായിട്ടുള്ള വനിതാ മുഖങ്ങളെ ഇവിടെ അവതരിപ്പിക്കുന്നു. അതായത് ചലച്ചിത്ര താരം ശോഭനയുണ്ട്, PT ഉഷ സ്വാഭാവികമായും BJPയുമായി വലിയ അടുപ്പം പുലർത്തി വരുന്ന BJPയുടെ ഒരു രാജ്യസഭാ പ്രതിനിധി കൂടിയാണ്. അതുകൊണ്ട് തന്നെ PT ഉഷയുടെ ഒരു സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അതിനപ്പുറം മിന്നു മണിയെ പോലെയുള്ള യുവ കായിക താരം, മറ്റു വിവിധ മേഖലകളിലുള്ളവർ, സംരംഭകരായിട്ടുള്ള വ്യവസായികള്, മറിയക്കുട്ടിയെ പോലെ, അതായത് മറിയക്കുട്ടി തന്നെ തുറന്നു പറഞ്ഞിരുന്നു താനൊരു കോൺഗ്രസ്സുകാരിയാന്ന് പറയുമ്പോഴും ആ കോൺഗ്രസ്സുകാരിയായിട്ടുള്ള, അതായത് CPMനെ ഈ കഴിഞ്ഞ കാലയളവില് വലിയ രീതിയിൽ CPMനെ പ്രതിരോധത്തിൽ നിർത്തിയ, CPMന്റെ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ടുള്ള മറിയക്കുട്ടിയെ പോലെയുള്ള ആളുകളെയും ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഈ ഒരു പരിപാടിയിൽ BJPയെ സംബന്ധിച്ച് ഒരു വലിയ നേട്ടമായി കാണുന്നത്. പക്ഷെ മറുവശത്ത് നമ്മൾ പല രീതിയിലും ഈ ഒരു തൃശ്ശൂരിലെ ഈ ഒരു മഹാസമ്മേളനത്തെ പല രീതിയിൽ നോക്കിക്കണ്ടിരുന്നു. ഒന്ന്, സുരേഷ് ഗോപിയുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും കത്തോലിക്ക സഭയിലെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുമെന്നൊക്കെ രീതിയിലുള്ള പല ചർച്ചകളും ഉണ്ടായിരുന്നു. രാഷ്ട്രീയ കേരളം അതൊക്കെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ളൊരു നീക്കവും ഉണ്ടായില്ല എന്നത് ഒരു പരിധിവരെയും BJP പ്രവർത്തകരെ സംബന്ധിച്ച് നിരാശപ്പെടുന്നതാണ്. പക്ഷേ എങ്കിൽ പോലും BJPയെ സംബന്ധിച്ച്, BJP പ്രവർത്തകരെ സംബന്ധിച്ച്, അണികളെ സംബന്ധിച്ച് ആവേശം ജനിപ്പിച്ചത് റോഡ് ഷോയാണ്. കാരണം റോഡ് ഷോയിൽ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള, വിവിധ ജില്ലകളിൽ നിന്നുള്ള BJP പ്രവർത്തകരെ അണിനിരത്താൻ കഴിഞ്ഞു. അക്ഷരാർത്ഥത്തിൽ BJPയുടെ ഒരു ശക്തി പ്രകടനമാണ് കണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന BJPയെ സംബന്ധിച്ച് ഈ ഒരു ശക്തി പ്രകടനം, BJP പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയും ഇന്നത്തെ ഈ ഒരു മഹാസമ്മേളനവും വനിതാ സംഘവും ഒക്കെ BJPയെ സംബന്ധിച്ചൊരു കരുത്തു പകരുന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കളമൊരുക്കുന്ന രീതിയിൽ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാടിളക്കിയുള്ള ഒരു പ്രചാരണത്തിന് തുടക്കമിടുന്നു എന്ന് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു പരിപാടിയിലൂടെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടിയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. അനുമോദ്, ഈ സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം നടത്തിയില്ല, സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചില്ല. അതൊക്കെ സംഘടനാപരമായ നടപടികളൊക്കെ വരണമായിരിക്കും. പക്ഷേ സുരേഷ് ഗോപിയെ ഈ റോഡ് ഷോയിൽ ഒപ്പം ചേർക്കാൻ പ്രധാനമന്ത്രി തയ്യാറായി. സ്വാഭാവികമായും നമുക്ക് ഊഹിക്കാം തൃശ്ശൂർ സുരേഷ് ഗോപി തന്നെ അവിടെ അത് ഹൈലൈറ്റ് ചെയ്യുക, ആ നീക്കത്തിലൂടെ അവർ ലക്ഷ്യമിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു കാര്യം കൂടി,
ഈ മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും അവരിങ്ങനെ നടത്തുന്ന ചില പരിപാടികളിലൊക്കെ വിവിധ മേഖലകളിലുള്ളവരെ ഒപ്പം ചേർക്കുക ആ പരിപാടിയിൽ അതൊരു പൊതു കണ്ടുവരുന്ന രീതിയാണ്. ഇന്നത്തെ വലിയൊരു തരത്തിലുള്ള വിവിധ മേഖലയിലുള്ള സ്ത്രീകളെ, വനിതാ രത്നങ്ങളെ അണിനിരത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ബി ജെ പിക്ക് ആ മേഖലയിൽ കിട്ടിയ ഒരു പിന്തുണയായിട്ട് നമുക്ക് കരുതാൻ കഴിയുമോ? ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുരേഷ് ഗോപിയുടെ ഒരു സാന്നിധ്യം നമ്മൾ 2 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൃത്യമായ BJP നേതാക്കളുമായിട്ടും പ്രവർത്തകരോട് സംസാരിച്ചതിന് ശേഷമാണ്. അവരൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ BJP സംഘടനാ നിലപാടുകളുണ്ട്, അതിന്റെ രീതികളുണ്ട്, അതിനനുസരിച്ച് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ ഇതിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പരസ്പരം പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ വൈകുന്നേരം മുതൽ സുരേഷ് ഗോപിയെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ മാത്രമല്ല, സുരേഷ് ഗോപി താമസിക്കുന്ന ഹോട്ടലിൽ തമ്പടിച്ച മറ്റ് ചാനലുകാരുമുണ്ട്. അവർക്ക് ആർക്കും മുഖം കൊടുക്കാതെ സുരേഷ് ഗോപി എന്നപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു, ഇത് മോദിയുടെ കൂടെ വന്ന് മാസ് കാണിക്കാനുള്ള നീക്കമാണെന്ന്. കൃത്യമായിട്ട് അതേ രീതിയിൽ മോദിയുടെ കൂടെ സുരേഷ് ഗോപി ആ ഓപ്പൺ വാഹനത്തിൽ കയറി എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് തലയെടുപ്പോടെ വേദിയിലെത്തി. ഒരക്ഷരം മിണ്ടിയില്ല. പക്ഷേ BJP നൽകുന്ന സന്ദേശം വളരെ കൃത്യമാണ്. സുരേന്ദ്രൻ വാഹനത്തിൽ കയറി നമുക്ക് മനസ്സിലാക്കാം BJPയുടെ അധ്യക്ഷനാണ്. നിവേദിത മഹിളാ മോർച്ചയുടെ അധ്യക്ഷനാണ്. സുരേഷ് ഗോപി എന്തിന്? കൃത്യമായ നിലപാട്, പറയാതെ പറയുന്ന രാഷ്ട്രീയം. അതായത് സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ പറയാതെ അവതരിപ്പിച്ചിരിക്കും. കാരണം സുരേഷ് ഗോപി ഇന്ന് ഏതെങ്കിലും ഒരു മാധ്യമത്തില് നമുക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ഇന്ന് ഈ കാണുന്ന മാസ് പരിവേഷം അദ്ദേഹത്തിന് കിട്ടില്ല. ഒരു വാക്ക് പോലും പറയാതെ അദ്ദേഹം മോദിയുടെ കൂടെ ആ ഓപ്പൺ വാഹനത്തിൽ വന്ന് എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് ആ വേദിയിൽ ഇരുന്നപ്പോൾ അത് നൽകുന്ന സന്ദേശം പ്രവർത്തകർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം, തൃശ്ശൂരുകാർക്കും അറിയാം എന്താണ് പറയുന്നത്. പിന്നെ പാർട്ടിയുടെ രീതിയിൽ മാത്രമേ നടക്കൂ എന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഇതാണ് ചെയ്യാൻ പോകുന്നത് കൃത്യമായിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇന്നിപ്പോൾ ശോഭന, അതേപോലെ ബീന കണ്ണൻ, ഇവരൊക്കെ തന്നെ ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞു. ഞാനിതിന് ശേഷം റേഞ്ചിലെത്തിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ ശോഭന ചാണകത്ത് ചവിട്ടി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ശോഭന ചാണകത്ത് ചവിട്ടി കഴിഞ്ഞു, ഇനി ശോഭനയെ കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല എന്ന് ഒരു വിഭാഗം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു രാഷ്ട്രീയത്തിന് അതീതമായ നിലപാടുകളുള്ളവർ ഒരു പ്രധാനമന്ത്രിയെ പോലെ ആദരണീയനായ ഒരു വ്യക്തി പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത് അത് രാഷ്ട്രീയമായിട്ട് വിലയിരുത്തുകയും, എന്നാൽ ഇതേ വ്യക്തി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ നമ്മൾ കണ്ടതാണ്, ശോഭന മുഖ്യമന്ത്രി വിളിച്ച പരിപാടിയിൽ പോകുന്നത്, അത് മറ്റൊരു തരത്തിൽ കാണുന്നതും അത് ഒരു തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു രാഷ്ട്രീയമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ഇത്തിരി നർമ്മമായിട്ട് തോന്നുന്നത് മറിയക്കുട്ടിയുടെ കാര്യമാണ്. മറിയക്കുട്ടിയുടെ പ്രതിഷേധം ഏറ്റവും ആദ്യം വലിയ ചർച്ചയാക്കിയതും മാധ്യമങ്ങളിൽ വലിയ തോതിൽ കൊഴുപ്പിച്ചതും കോൺഗ്രസ്സാണ്. പക്ഷേ മറിയക്കുട്ടി ഒടുവിൽ BJPയുടെ വേദിയിലിരിക്കുന്ന ആ വിഷ്വലും ആ ഫോട്ടോയും ഇട്ടിപ്പോൾ ട്രോളുകൾ പ്രചരിപ്പിക്കുക. ഒന്നാമത്തെ പരിപാടിയല്ല, തൃശ്ശൂരിൽ തന്നെയായിരുന്നു മറിയക്കുട്ടി ക്രിസ്മസ് ആഘോഷത്തിൽ, BJPയുടെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നു. തീർച്ചയായും. അപ്പൊ ഇത് ആളുകൾക്ക് എല്ലാവരുടെ അഭിപ്രായങ്ങൾ ഒരുപക്ഷെ ഈ മറിയക്കുട്ടിയെ പോലെ സമീപകാല വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നതിലൂടെ BJPയുടെ ഒരു സംഘാടന മികവ് കൂടി ഒരുപക്ഷെ ഒന്ന് പരാമർശിക്കാൻ തോന്നുന്നു, അല്ലേ? അല്ല, തീർച്ചയായും അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മറിയക്കുട്ടി എപ്പോഴും ആവർത്തിച്ച് പറയുന്ന കാര്യം, സുരേഷ് ഗോപി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കോൺഗ്രസ്സുകാരിയാണ്. അപ്പോ മറിയക്കുട്ടി ഒരു പ്രതീകം മാത്രമാണ് BJPയെ സംബന്ധിച്ച്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ ഇതുപോലെ BJPയുടെ കൂടെ നിൽക്കുമെന്ന് അവർ കാണിക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ നിലപാടുള്ളവർക്ക് BJPക്ക് വോട്ട് ചെയ്യാൻ മടിക്കേണ്ട എന്ന് മറിയക്കുട്ടിയിലൂടെ പറയിപ്പിക്കുകയാണ് BJP നേതൃത്വം ചെയ്യുന്നത്. എനിക്ക് വിനേഷിന്റെ ഒരു അഭിപ്രായം കൂടി അറിയണം അനുമോദ്. വിനേഷേ, കാരണം എനിക്ക് തോന്നുന്നു വിനേഷിന് വേറെ ചില കാഴ്ചപ്പാടുകളോ ഉണ്ടാകുമോ എന്ന സംശയത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് പ്രധാനമന്ത്രി, പ്രത്യേകിച്ച് നരേന്ദ്രമോദി, അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷം പലവട്ടം കേരളത്തിൽ പല തെരഞ്ഞെടുപ്പുകളിൽ വന്നു, അങ്ങനെ വന്നു പോയി പല ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും, അന്നത്തെ ആ പ്രധാനമന്ത്രിയുടെ ഉറപ്പുകളൊന്നും കേരളം അങ്ങ് കാര്യമായി ഏറ്റെടുത്തില്ല. അതാണ് പിന്നീട് BJPക്ക് ഈ പാർലമെൻ്റ് രംഗത്ത്, തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ വിജയം ആ തരത്തിലൊന്നും ഉണ്ടായിട്ടുമില്ല, നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഈ തൃശ്ശൂർ സന്ദർശനത്തിന് ഇത്രമധികം ഹൈപ്പ് കൊടുക്കുമ്പോൾ, പ്രധാനമന്ത്രിയുടെ ഉറപ്പുകൾ അദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ അത് കേരളത്തിൻ്റെ പൊതുസമൂഹം ഏറ്റെടുക്കുമോ? അങ്ങനെ വിനേഷിന് അതിനെ ഒരു എഡിറ്റോറിയലൈസ് ചെയ്ത് വിലയിരുത്താൻ പറ്റുന്നുണ്ടോ?
സജിത്ത്, ഇതിനകത്ത് നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ 4 കാര്യങ്ങളിൽ ജാതി സംബന്ധിച്ചാണ് അത് പറഞ്ഞിട്ടുള്ളത്. ജാതി എന്ന് പറയുന്നത് പിന്നോക്ക വിഭാഗത്തിനെ ഉൾപ്പെടെ കൂടെ കൂട്ടുന്ന അങ്ങനെ 4 കാര്യങ്ങൾ ജാതിയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും നമ്മളിപ്പോൾ ഈ മറിയക്കുട്ടിയെ കൊണ്ടുവന്നതൊക്കെ വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ CK ജാനു എവിടെ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. CK ജാനു ഇപ്പോഴും മുന്നണിയിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ കേരളത്തിലെ ഐതിഹാസികപരമായ ആദിവാസി പോരാട്ടങ്ങളിൽ മുമ്പിൽ നിന്ന വനിതയാണ്. അവരെ എന്തുകൊണ്ട് അവരുടെ മുന്നണിയിലായിട്ട് പോലും CK ജാനു അവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും അതും അനുമോദ് പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണത്. എവിടെ പോയി CK ജാനു എന്നുള്ളതാണ്. അതായത് ജാതി പറയുമ്പോൾ പോലും ദളിതർക്കും ആദിവാസികൾക്കും എത്ര പേർക്ക് അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞു, മോദിയുടെ പരിപാടിക്ക് എത്തിപ്പെടാൻ. ദളിത് വനിതാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ധാരാളം സ്ത്രീകളെ നമുക്കറിയാം. അവർക്ക് BJP-യുമായി അടുപ്പമുള്ളവരുണ്ട്, കോൺഗ്രസുമായി അടുപ്പമുള്ളവരുണ്ട്, മറ്റ് CPM-ഉമായി അടുപ്പമുള്ള, ഇതൊന്നും അല്ലാതെ മറ്റുള്ള സ്വതന്ത്ര പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളുകളുണ്ട്. ഈ ആളുകളൊക്കെ ആ ഒരു ചോദ്യം കൂടി ഇതിനകത്ത് അവശേഷിക്കുന്നുണ്ട്. കാരണം CK ജാനു BJP-യിലേക്ക് പോയതും ആദിവാസി വോട്ടുകൾ കൂടുതൽ സമാഹരിക്കാൻ കഴിയും എന്ന് BJP കണക്ക് കൂട്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാലമല്ല, അധികം കാലമൊന്നും ആയിട്ടില്ല. പക്ഷേ CK ജാനുവിന് എന്തുകൊണ്ട് ഒരു സ്പേസ് അവിടെ കിട്ടിയില്ല എന്നുള്ള ചോദ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വരുന്നത് മാത്രം ചർച്ച ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. അതും ഒരു കുറവ് തന്നെയായി അവിടെ അവശേഷിക്കുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടുകാരനാണ് ഞാൻ. മാത്രമല്ല, ഈ ദളിത് ആദിവാസി മേഖലകളിലെ ക്ഷേമം, അവരുടെ സ്ത്രീകളുടെ ക്ഷേമം, ഇപ്പോഴും ഉത്തരേന്ത്യയിലൊക്കെ പീരീഡ്സിൻ്റെ സമയത്ത് മണ്ണ് ഉപയോഗിച്ച് ഇത് ശുദ്ധീകരിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ടെന്ന് നമ്മളാണ് പത്രങ്ങളിലും ഇപ്പോഴും വലിയ ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വലിയ വാർത്തകൾ കാണുന്നവരാണ് നമ്മൾ. ഇങ്ങനെയൊക്കെ സ്ത്രീകൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് തൃശ്ശൂരിൽ വന്ന് സ്ത്രീകളുടെ ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും സ്ത്രീപക്ഷ രാഷ്ട്രീയവും നരേന്ദ്രമോദി പറയുന്നത്. അതിൽ പൂർണ്ണമായും അത് ഉൾക്കൊള്ളാൻ കേരള ജനത തയ്യാറാവുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇനിയും എന്തായാലും ഒരു സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും BJP അണികൾക്കിടയിൽ, സ്ത്രീകൾക്കിടയിൽ വലിയ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കേരള സമൂഹം ഒന്നാകെ ഇതിനെ ഏറ്റെടുക്കുമോ എന്ന് നമുക്ക് വരും കാലങ്ങളിൽ അറിയേണ്ടതാണ്. ഈ പൗരപ്രമുഖരുടെ ഒരു കാലഘട്ടം കാരണം പ്രത്യേകിച്ച് നവകേരള സദസ്സിൽ ഈ ബീമാരു സ്റ്റേറ്റ്സ് ആണ്, ബീഹാർ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ ഒക്കെ അറിയപ്പെടുന്നത്. അവിടുത്തെ അവസ്ഥ അത്രയും താഴെ നിലവാരം. നമ്മൾ കേരളത്തിലുള്ളവർക്ക് ഒരു കക്കൂസും ഒരു ഗ്യാസും ഒന്നും വലിയ സംഭവമല്ല. പക്ഷെ അവരെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ കാര്യമാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ കാര്യമായ ഇടപെടൽ BJP-ക്ക് നടത്താൻ കഴിഞ്ഞതുകൊണ്ട് ക്രമേണയാണ് അവരിപ്പോഴും ആ ജീവിത നിലവാരത്തിൽ ഉയർന്നു വരുന്നത്. നമ്മൾ കേരളത്തിലെ പോലെ സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ജീവിത നിലവാരത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ നടക്കുന്ന വികസനങ്ങൾ വളരെ നോമിനലാണ്. പക്ഷേ ആ വ്യക്തികളുടെ ജീവിതത്തിൽ അതുണ്ടാക്കുന്ന മാറ്റം വലുതാണ്. അതാണ് BJP-ക്ക് ആ മേഖലയിൽ കിട്ടുന്നത്. നമുക്ക് ജീവിത നിലവാരം ഒരുപാട് മെച്ചപ്പെട്ട് വരുന്നുണ്ട്. വിദ്യാഭ്യാസം സാമ്പത്തികപരമായി ആണ് ജീവിത നിലവാരം മെച്ചപ്പെട്ട് വരുന്നുണ്ട്. വിദ്യാഭ്യാസം അതിലൊരു ഘടകമാണ്. അതനുസരിച്ച് കാലം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും പ്രാകൃതമായ രീതിയിൽ ഇത്തരം ഇത് ചെയ്യുന്ന ആളുകൾ, ഇപ്പൊ ഞാൻ പറഞ്ഞു പീരീഡ്സ് സമയത്തൊക്കെ അവരെ ശുചീകരിക്കുന്നതൊക്കെ വയനാട്ടിലെ ചില മേഖലകളിൽ പോയാൽ ഈ സമയത്ത് വേറെ റൂമിൽ കേരളം ഞാൻ മനസ്സിലാക്കുന്ന മറ്റുള്ള ഒരു കാര്യത്തെ എല്ലാവരുടെയും പ്രധാന ഘടകം അത് കാണാൻ കഴിയില്ല. വയനാട്ടിൽ മാത്രമല്ല, അതൊക്കെ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഈ സമയത്ത് വേറെ റൂമിൽ കിടക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. അത് പുറത്തു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളവിടെ പോയിട്ട് അവിടെ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടും അവിടെ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ പതുക്കെ മാറ്റങ്ങൾ വരും. കേരളത്തെ പോലെ വിദ്യാഭ്യാസപരമായിട്ടോ സാമൂഹ്യമായിട്ടോ സാംസ്കാരികമായിട്ടോ വലിയ അല്ലെങ്കിൽ നമ്മൾ കരുതുന്ന ആ ഒരു ലെവലിലേക്ക് അവരെപ്പോഴും എത്തിയിട്ടില്ല. അവിടെ ഞാൻ ജനിച്ചു വളർന്നത് തമിഴ്നാട്ടിലാണ്. എനിക്കറിയാം അവിടുത്തെ ആളുകളുടെ ഇപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് കുടിയേറിയ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു ജീവിത നിലവാരമൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കേരളത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കേരളം എത്രയോ മുകളിലാണ്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ, നമുക്ക് ഈ സമീപകാലത്ത് ഈ പൗരപ്രമുഖരുടെ ഒരു കാലഘട്ടമാണ്. നവകേരള സദസ്സിലും അതോടൊപ്പം CPM-ന്റെ പല പരിപാടികളിലും ഈ പൗരപ്രമുഖർ ഇതേ രീതിയിൽ ഒരു പൗരപ്രമുഖരുടെ പിന്തുണ ഉണ്ടെന്ന് അവകാശപ്പെടാൻ വേണ്ടി BJP നടത്തിയൊരു നാടകമായിട്ട് എനിക്ക് തോന്നി. കാരണം വിവിധ മേഖലകളുള്ള ഒരു ഹൈ പ്രൊഫൈൽ ആളുകളെ ഒരുപക്ഷെ BJP-യുടെ ഗണത്തില് ഈ CK ജാനു ഒരുപക്ഷെ ഈ പൗരപ്രമുഖരായിരിക്കില്ല. അവരുടെ രാഷ്ട്രീയം, അവർ NDA മുന്നണിയിൽ അല്ലെങ്കിൽ പോലും അവരുടെ രാഷ്ട്രീയം മാറ്റി നിർത്തി അവർ വരികയാണെങ്കിൽ പക്ഷെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാണ് താല്പര്യമില്ലെങ്കിൽ അവർ പങ്കെടുപ്പിക്കില്ല. കോഴ വിവാദമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആരോപണം വന്നിരുന്നു. നേതൃത്വത്തിന് ആരോപണം ഉന്നയിക്കുന്നവരെ ഏത് നിർത്തം അംഗീകരിക്കാം. ഞാൻ നിങ്ങൾക്കിടയിലേക്ക് മറ്റൊരു വിഷയം കൂടി ഇട്ട് തരാം. അനുമോദ്, ഞാൻ നിങ്ങൾക്കിടയിലേക്ക് മറ്റൊരു വിഷയം കൂടി ഇട്ട് തരാം. ഒരുപക്ഷെ ടോം അത് തുടങ്ങി വെക്കുകയായിരിക്കും നല്ലത്. കാരണം ടോം, നമുക്കറിയാം BJP-ക്ക് കേരളത്തിൽ വളരണമെങ്കിൽ, കൂടുതൽ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉണ്ടാവണമെങ്കിൽ
കേരളത്തിലെ പ്രധാന ന്യൂനപക്ഷങ്ങളിലൊന്നായ ക്രൈസ്തവ സഭയെ ഒപ്പം നിർത്തണം. അത് അവരുടെ ഒരു അജണ്ടയാണ്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ കുറേ നാളുകളായി നടക്കുന്നു. ഏറ്റവും ഒടുവിലുള്ള ഈ സ്നേഹ സന്ദർശന യാത്രകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനം അതിനൊരു പ്രധാനപ്പെട്ട നീക്കമുണ്ടാക്കുമെന്ന് കരുതിയിരുന്നു. പക്ഷേ പ്രത്യക്ഷത്തിൽ അത്തരം കൂടിക്കാഴ്ചകളൊന്നും നമ്മൾ കണ്ടില്ല. പക്ഷേ ഈ പരിപാടി നടക്കുന്നത് തൃശ്ശൂർ എന്ന വേദിയാണ്. തൃശ്ശൂർ ക്രൈസ്തവ വിഭാഗത്തിന് സ്വാധീനമുള്ള ഇടമാണ്. ഒപ്പം തന്നെ അടുത്തിടെയായി നടക്കുന്ന നയതന്ത്രമൊക്കെ നമുക്കറിയാം. അത്തരത്തിലുള്ള നീക്കങ്ങൾ പ്രത്യക്ഷത്തിലൊന്നും നടക്കാതെ പോയത് എന്തുകൊണ്ടാണ് ടോം? അങ്ങനെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? അതോ പിന്നണിയിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു എന്നാണോ? യഥാർത്ഥത്തിൽ ഞാൻ അല്പസമയം മുൻപ് തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി സംസാരിച്ചിരുന്നു. ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു കാണും, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് വിരുന്നിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്രിസ്മസ് വിരുന്നിലും പങ്കെടുക്കാത്ത ഒരു വ്യക്തിത്വമാണ്. അതായത് ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് അദ്ദേഹം സ്വയം മാറി നിൽക്കുന്നതായിരിക്കാമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. കാരണം CBCയുടെ അധ്യക്ഷനാണ്. കേരളത്തിലെ രാജ്യത്തെ ബിഷപ്പുമാരുടെ ഒരു കൂട്ടായ്മയാണ് CBCI. അതിന്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള മാർ ആൻഡ്രൂസ് താഴത്തിന്റെ ഒരു അഭാവം ഒരുപക്ഷെ പലരും ശ്രദ്ധിച്ചു കാണൂല. ഈ രണ്ട് കൂട്ടായ്മ, രണ്ട് വിരുന്നുകളിൽ നിന്നും അദ്ദേഹം മാറുന്നത്. പക്ഷെ ഒരു പരിധിവരെയും കേരളത്തിലെ ഈ പ്രത്യേകിച്ചും തൃശ്ശൂരത്തെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഇടയിൽ വലിയൊരു ചെറിയ അവരുടെ കാഴ്ചപ്പാടിൽ ഒരു മാറ്റം വന്നു. രാഷ്ട്രീയ കാഴ്ചപ്പാടിലടക്കം മാറ്റം വന്നു എന്നത് പൂർണ്ണമായിട്ടുമല്ല, ചിലരുടെ ഇടയിൽ ഒരു മാറ്റം വന്നതൊരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പെടുത്ത് നോക്കിയാൽ അതായത് CPIയുടെ പ്രതിനിധിയാണ് ഇവിടെ തൃശ്ശൂർ മണ്ഡലത്തിൽ വിജയിച്ചത്. സുരേഷ് ഗോപി 3ാം സ്ഥാനത്ത് പോയെങ്കിലും നേരിയ മാർജിനൽ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. പത്മജ വേണുഗോപാലും സുരേഷ് ഗോപിയും അതോടൊപ്പം 1ാം സ്ഥാനത്തെത്തിയ CPIയുടെ പ്രതിനിധി തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഒരു പരിധിവരെയും നല്ലൊരു ഫൈറ്റ് വന്നായിരുന്നു. സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ക്രിസ്ത്യൻ വോട്ടിനെ സ്വാധീനിക്കാൻ രീതിയിലുള്ള ഒരു പ്രവർത്തനം BJPയുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്നതാണ് സംഘടനാപരമായി അവർക്ക് ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്. വേറൊരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ച് വർഷം മുമ്പ് ഇവിടെ ഈ 2014 ഇലക്ഷൻ ഞാൻ ഇവിടെ റിപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. അന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം, BJP അന്നൊക്കെ പേരിന് മത്സരിക്കുന്ന ഒരു മണ്ഡലം മാത്രമായിരുന്നു തൃശ്ശൂർ. CPIയും കോൺഗ്രസും തമ്മിലായിരുന്നു പോരാട്ടം മുഴുവൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബഹുമാനീയനായ ആൻഡ്രൂസ് താഴത്തിനോട് എനിക്കിപ്പോൾ വ്യക്തിപരമായിട്ട് അതോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മുടെ വാർത്തയിൽ അന്ന് ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. അത് അന്ന് UDFിൻ്റെ പ്രതിനിധിയായി മത്സരിച്ച PC ചാക്കോയ്ക്ക് അനുകൂലമായിരുന്ന സാഹചര്യമല്ല ഉണ്ടാക്കിയത്. സഭയുടെ അഭിപ്രായം കൂടി നമ്മുടെ വാർത്തയിലൂടെ മനസ്സിലാക്കിയ അദ്ദേഹം സുരക്ഷിതമായ മണ്ഡലം നിലയിൽ ചാലക്കുടിയിലേക്ക് മാറുകയും ധനപാലനെ തൃശ്ശൂരിലേക്ക് ഇടുകയും ചെയ്തു. ആ ഒരൊറ്റ തീരുമാനം കൊണ്ട് 2 മണ്ഡലങ്ങളാണ് UDFന് നഷ്ടമായത്. ചാലക്കുടിയും പോയി. ചാലക്കുടിയിൽ ആദ്യമായിട്ട് ഇന്നസെൻറ്റിൻ്റെ വിജയം ഉണ്ടായി. തൃശ്ശൂരിൽ CM ജയദേവനും ജയിച്ചു. അപ്പോൾ അന്ന് സഭയുടെ നിലപാട് അത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് എല്ലാ നേതൃത്വത്തിനും ഒരുപാട് വ്യക്തമായിരുന്നു. PC ചാക്കോയോടുള്ള ഒരു അതൃപ്തി, അദ്ദേഹം വേണ്ട പോലെ സഭയുടെ കാര്യങ്ങളിലോ സഭ പറയുന്ന കാര്യങ്ങളിലോ ഇടപെടുന്നില്ല എന്നൊരു തോന്നൽ അന്ന് നേതൃത്വത്തിനുണ്ടായതുകൊണ്ടാണ് അവർ പറയാതെ പറഞ്ഞൊരു കാര്യം നമ്മൾ വാർത്തയിലൂടെ പുറത്തു വന്നു. പക്ഷെ അത് വാർത്തയിലൂടെ പുറത്തു വന്നതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായത് തെരഞ്ഞെടുപ്പ് ഫലത്തിലാണ്. സാധാരണ UDFന് അനുകൂലമായി നിൽക്കുന്ന ക്രൈസ്തവ വോട്ട് ബാങ്ക് ഒരു പക്ഷേ അന്ന് നിഷ്പക്ഷരായിട്ട് നിൽക്കുകയോ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് KP ധനപാലനെ പറയുന്നത് ജയദേവൻ അന്ന് ഇവിടെ ജയിച്ചു കയറിയത്. സമാനമായൊരു പ്രശ്നം ചാലക്കുടിയിലും PC ചാക്കോ തോൽക്കുമെന്ന് പേടിച്ച് ഓടി വന്ന് മത്സരിച്ചു എന്ന ഒരു കാര്യം വരികയും ഇന്നസെൻറ്റിൻ്റെ ഒരു താരപ്രഭാവവും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ PC ചാക്കോയെ മറികടക്കാൻ ഇന്നസെൻറ്റ് സഹായിക്കുകയും ചെയ്തു. അപ്പോൾ ക്രൈസ്തവ സഭയുടെ നിലപാട് തൃശ്ശൂരിൽ എന്നും പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇവർ സൈലൻ്റായിട്ട് നിൽക്കുകയാണെങ്കിലും കൃത്യമായ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഏതൊക്കെ മുന്നണികൾ എങ്ങനെയെല്ലാം ഇടപെടുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആൻഡ്രൂസ് താഴത്തൊക്കെ ബഹുമാനീയ പിതാവൊക്കെ അദ്ദേഹം വളരെ ഈ രാഷ്ട്രീയത്തിലൊക്കെ അത്രയും നിരീക്ഷണം അദ്ദേഹത്തിന് കൃത്യമായ വ്യക്തിയാണ്. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം നമ്മൾ ഈ പ്രതീക്ഷിച്ച ക്രൈസ്തവ നയതന്ത്രം BJPയുടെ ക്രൈസ്തവ നയതന്ത്രത്തിന് അല്പം വേഗത കൈവരുമോ? അത്തരം ശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ടോ ടോം? അങ്ങനെ കാണാൻ കഴിയുന്നുണ്ടോ? സജിത്ത്, ഈ പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ കഴിഞ്ഞ വർഷം അദ്ദേഹം സന്ദർശനം നടത്തിയപ്പോൾ
ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്ന് BJP-യുമായി സഭ അടുക്കുന്നു, സഭാവിശ്വാസികൾ അടുക്കുന്നു എന്ന രീതിയിലുള്ള വലിയ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ BJP-ക്ക് കഴിഞ്ഞുവെങ്കിലും പക്ഷെ തൊട്ടു പിന്നാലെയായിരുന്നു മണിപ്പൂർ കലാപമൊക്കെ ഉണ്ടായത്. ഈ മണിപ്പൂർ കലാപത്തോടുകൂടി പൂർണ്ണമായും ആ ഒരു വലിയ അകൽച്ച, ആ അടുപ്പം ഉണ്ടായതിൽ പിന്നെ വീണ്ടും അകലുന്ന സാഹചര്യം ഉണ്ടായി. ക്രൈസ്തവർക്ക് നേരെ സംഘപരിവാർ സംഘടനകൾ ആക്രമണം നടത്തുന്നു എന്ന രീതിയിലൊരു പ്രചരണമൊക്കെ ഉണ്ടായി. പക്ഷേ വിനേഷ് അല്പസമയം മുമ്പ് ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് സഭ BJP-യിലേക്ക് അടുക്കുന്നത്, അല്ലെങ്കിൽ സഭാവിശ്വാസികൾ BJP-ക്ക് അടുക്കുന്നത് എന്നൊരു ചോദ്യം കൂടി അവിടെയുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല വിഷയങ്ങളുണ്ട്. ഇപ്പോഴത്തെ കേരളത്തിലെ സാമൂഹ്യ പശ്ചാത്തലവും ഇവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലവും പരിശോധിച്ച് നോക്കിയാൽ ഒന്ന് കേരള കോൺഗ്രസ് ഇവിടുത്തെ ക്രൈസ്തവരുടെ കത്തോലിക്ക വിശ്വാസികളുടെ ഒരു പാർട്ടിയായിട്ട് പൊതുവെ പരിഗണിക്കപ്പെടുന്നത്, നമ്മൾ കണക്കാക്കുന്നത്. ആ പാർട്ടി UDF-ൽ നിന്നും പോയത് ഒരു പരിധിവരെയും കേരള കോൺഗ്രസിനെ UDF ചതിച്ചു, UDF പുറത്താക്കി. അന്ന് ബെന്നി ബെഹനാനാണ് UDF-ന്റെ കൺവീനർ, അദ്ദേഹം പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ UDF-നെതിരെ ഒരു ക്യാമ്പയിൻ നടത്താൻ ക്രൈസ്തവ വിഭാഗത്തിന് കഴിഞ്ഞു. മറ്റൊന്നും ഇവിടെ ഇപ്പോൾ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള പല വിഷയങ്ങളും, അതായത് ഈ പലസ്തീൻ അനുകൂലമായി UDF-ഉം LDF-ഉം നടത്തിയിട്ടുള്ള വലിയ അവർക്ക് അനുകൂലമായി നടത്തിയ റാലികളൊക്കെ അതൊക്കെ സഭ നിരീക്ഷിക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ചും ആഗോളതലത്തിൽ ഒരു മുസ്ലിം വിഭാഗം സഭയെ ആക്രമിക്കുന്നു, സഭാവിശ്വാസികളെ ആക്രമിക്കുന്നു, പലയിടങ്ങളിലും തീവ്രവാദ ആക്രമണം നടത്തുന്നു എന്നൊക്കെയാണ് സഭ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ അനർഹമായി പലതും നേടുന്നു. LDF വന്നു കഴിഞ്ഞാൽ അതാണ് സഭയുടെ സഭകളുടെ പ്രധാന ആരോപണം. ഒരു കാര്യം ഇടയിലോട്ട് പറയാം. കഴിഞ്ഞ തവണ UDF-ന് തിരിച്ചടിയായത് മലപ്പുറത്ത് നമ്മുടെ സാദിഖലി തങ്ങളെ ചന്ദ്രികയിൽ എഴുതിയൊരു ലേഖനമാണ്. അദ്ദേഹം എഴുതിയപ്പോൾ പോലും കരുതി കാണില്ല അത് ഇത്രമാത്രം ഇമ്പാക്ട് ആണ്. ഹാഗിയ സോഫിയ അദ്ദേഹം ഒരിക്കലും പിന്നീട് പലതവണ അദ്ദേഹം വിശദീകരിച്ചു, മനസ്സ് തുറന്നു, നമ്മളോട് തന്നെ പലപ്പോഴും അദ്ദേഹം തുറന്നു പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ എഴുത്ത് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് അത് വളരെ വലുതാണ്. സത്യത്തിൽ ഈ മുസ്ലിം ലീഗുമായിട്ട് ഈ പറയുന്ന വിഭാഗത്തിൻ്റെ ഒരു അകൽച്ച മാനസികമായിട്ട് വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം തന്നെ ഇന്നത്തെ ലേഖനമാണ്. ആ ലേഖനമുണ്ട്. അതിനുശേഷമാണ് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ നർക്കോട്ടിക് ജിഹാദ് പരാമർശമുണ്ടാകുന്നത്. അന്ന് UDF-ഉം LDF-ഉം പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ കല്ലറങ്ങാട്ട് പിതാവിനെ വലിയ രീതിയിൽ ആക്രമിച്ചപ്പോൾ BJP അവിടെ അദ്ദേഹത്തിന്റെ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിൽ ഒരു വസ്തുതയുണ്ടെന്ന് പറഞ്ഞ് BJP വരുന്നു. അതായത് അവിടെയാണ് കാരണം ശ്രദ്ധിക്കേണ്ടത്. സമയപരിമിതി കൊണ്ടാണ് ഇടപെടുകയാണ്. എന്തായാലും നിങ്ങൾ പറഞ്ഞതുപോലെ BJP-യുടെ ക്രൈസ്തവ നയതന്ത്രം അതിന് വേഗത കൈവരാനുള്ള നീക്കങ്ങൾ BJP അണിയറയിൽ നടത്തിയിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തലാണ് പൊതുവിൽ വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അത് തെളിയിക്കേണ്ടതാണ്. ഒപ്പം നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹം നൽകുന്ന ഉറപ്പുകൾ കേരളം മുഖവിലയ്ക്ക് എടുക്കുമോ, കേരളം ഏറ്റെടുക്കുമോ? BJP അണികൾക്കപ്പുറം പൊതുസമൂഹത്തിൻ്റെ പിന്തുണ എത്ര കണ്ട് ആർജിക്കാൻ നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് കഴിയും? കാത്തിരിക്കാം. അന്തിച്ചർച്ച പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി कैसे संभव हुआ? मोदी गारंटी हमने